എനിക്കിത് ഉത്തരം പറയാനുള്ള അക്കൗണ്ടബിലിറ്റി എന്നൊരു കാര്യത്തിൽ കേരള സർക്കാർ എന്തായാലും പിന്നിൽ തന്നെയാണ്. എനിക്ക് പൊളിറ്റിക്സ് ഒന്നുമില്ല. നേരത്തെ കുറച്ചും കൂടി ഈസിയർ ആയിരുന്നു. ആ അക്കൗണ്ടബിലിറ്റിയുടെ കാര്യം അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പഴയ UPA ഗവൺമെൻറ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ NDA ഗവൺമെൻറ് അങ്ങനെയല്ല. ആ കാര്യത്തിൽ കേരളം മാത്രമല്ല, എല്ലാ സ്റ്റേറ്റ്സിലും ഇതുണ്ട്. കാരണം ഞാൻ വിചാരിച്ചു കേരളത്തിൽ മാത്രമാണ് അക്കൗണ്ടബിലിറ്റിയെ പറ്റി വളരെ, കാരണം ഇവിടെയാണല്ലോ നമ്മൾ അറിയുന്നത്. അവർ തന്നെ ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ തന്നെ കൃത്യമായിട്ട് അക്കൗണ്ട്സ് കൊടുക്കാത്തത് കൊണ്ട് അത് യോഗി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സ്ഥലത്ത് ഇവർ പണം അനുവദിച്ചിട്ടില്ല. അത് കഴിഞ്ഞില്ല ഇപ്പോൾ ആന്ധ്ര റിസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. ആന്ധ്രയിൽ TDP പുറത്തു വന്ന നരേന്ദ്രമോദി നാഷണൽ ഹൈവേയിലാണ്. അല്ല, ഒറ്റ കാര്യം ഞാൻ പറയാം. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ബഡ്ജറ്റിൽ നമ്മൾ വിമർശിച്ചെന്താ, അത് ബീഹാർ ആന്ധ്രാപ്രദേശ് സെൻട്രിക് ബഡ്ജറ്റാണെന്ന് പറഞ്ഞു അല്ലേ? ബീഹാറിന് പാക്കേജ് ഉണ്ടായി, ആന്ധ്രാപ്രദേശിന് പാക്കേജ് ഉണ്ടായി. അതേസമയത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഡിസാസ്റ്ററുകളൊന്നായിട്ടുള്ള ഈ മുണ്ടക്കൈ ചൂരൽമലയിൽ എന്താ ചെയ്തത്? അപ്പൊ അത് തന്നെയാണ് വിവേചനം എന്ന് പറയണേ. അപ്പം വിവേചനം ഇല്ല എന്ന് തർക്കിക്കുകയാണെങ്കിൽ വിവേചനം ഉണ്ടെന്ന് 101% തെളിയിക്കാൻ കഴിയും. വിവേചനം തന്നെയാണ്, തർക്കമില്ല. കേരളത്തോട് വിവേചനം കാണിക്കുന്നുണ്ട്. നേരത്തെ അരുൺ തന്നെ പറയുന്ന 37 കോടി രൂപ എഴുതിത്തള്ളാൻ എത്ര പ്രാവശ്യം ഹൈക്കോടതി ആവശ്യപ്പെട്ടു? വകുപ്പുകൾ സെക്ഷനുകൾ അത് എഴുതി തള്ളാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നില്ല. കേരളത്തിലെല്ലാം വാരിക്കോരി കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പൊട്ടന്മാരായിരിക്കണം മനുഷ്യരല്ല. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ